ഉമാ തോമസ് എം.എൽ.എയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. രാവിലെ ചേരുന്ന മെഡിക്കൽ ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതേസമയം മൃദംഗ വിഷൻ നൃത്തപരിപാടിയിലെ പണപ്പിരിവിൽ പോലീസ് മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ പരാതിക്കാരായ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തത്. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, ആദ്യം ഉമാ തോമസ് എം.എൽ.എയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഷമി, ഉമാ തോമസിൻ്റെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഈ രാവിലെ ഇക്കാര്യം നമുക്ക് അറിയുകയും ചെയ്തു. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം നടന്നുകൊണ്ടിരിക്കുന്ന ശേഷം ഒരു മിക്കവാറും ഡോക്ടർമാരുടെ ബ്രീഫിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ, എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം മെഡിക്കൽ ബുള്ളറ്റിൻ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തായാലും ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ അത് വ്യക്തമാക്കും. നേരത്തെ തന്നെ ഈ സംഭവം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തിയതിൽ സ്റ്റേജ് നിർമ്മാണത്തിലുള്ള അപാകതകൾ പൊതുമരാമത്ത് വകുപ്പിന് ബോധ്യപ്പെട്ടിരുന്നു. ഈ കസേരകളിട്ട് അതിന് മുന്നിലൂടെ നടക്കാൻ 50 സെൻറ്റിമീറ്റർ സ്ഥലം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയാണ് എന്തായാലും വലിയ ഉത്തരവാദിത്വ കുറവ് ഈ സംഭവത്തിനുണ്ടായി എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിനിടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ സാമ്പത്തിക തട്ടിപ്പിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഡാൻസ് പരിപാടിയിൽ പണമിടപാടിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഭാരതീയ ന്യായ സംഹിത 316(2), 318(8), 318(4), 3(5) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ നേരത്തെ ഈ സ്റ്റേജിൽ 2 കാര്യങ്ങളും വരുന്നുണ്ട്. അതിനകത്ത് സാമ്പത്തിക തട്ടിപ്പും വിഷയം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേജിൻ്റെ ഈ വേദി തയ്യാറാക്കിയതിലെ സുരക്ഷാ വീഴ്ച, ഇതുമായി ബന്ധപ്പെട്ട് 5 പേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് മൃദംഗ വിഷൻ MD നികോഷ് കുമാർ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, അതോടൊപ്പം തന്നെ ഈ മൃദംഗ വിഷൻ്റെ CEO ഷമീർ അബ്ദുൽ കരീം, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, ഇത്രയും പേരാണ് പ്രതികൾ. ഇവരെ പ്രതിയാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്നാണ് ഇവർക്കെതിരെയുള്ള സാമ്പത്തിക അന്വേഷണം കൂടി നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പല നൃത്ത വിദ്യാലയങ്ങൾ പല ജില്ലകളിലായുള്ള, കൊച്ചിയിൽ ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് സമീപ ജില്ലകളിൽ നിന്നെല്ലാമുള്ള പല ജില്ലകളിൽ, മലപ്പുറത്തു നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ഉൾപ്പെടെ നൃത്ത വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഇവിടേക്ക് എത്തിച്ചിരുന്നു. ഈ നൃത്ത വിദ്യാലയങ്ങളിലെ ആ നൃത്ത അധ്യാപകർ വഴി ആ സ്ഥാപനത്തിൽ, അതായത് ഓരോ ടീച്ചർമാർ നടത്തുന്ന നൃത്തവിദ്യാലയങ്ങളിൽ അവർ മുഖേനയാണ് സാമ്പത്തിക പിരിവും അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്ത് ഇവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നടത്തിയത്. അങ്ങനെയെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസ് വരികയാണെങ്കിൽ ഈ നൃത്ത അധ്യാപകർ കൂടി ഇതിൽ പ്രതികളായേക്കുമെന്ന സൂചനയുണ്ട്. സാമ്പത്തിക ചൂഷണത്തിലും ഇവർ പ്രതികളായേക്കും. ഇടനിലക്കാരെന്ന നിലയിലാണ് ഇവർ, കാരണം പണപ്പിരിവിന് ഈ ടീച്ചർമാരെ അല്ലെങ്കിൽ ഈ നൃത്ത അധ്യാപകരെയാണ് ഉപയോഗിച്ചത്. അങ്ങനെയെങ്കിൽ ഈ സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഇടനിലക്കാരായി ഇവർ പ്രതികളാവും. കൂടുതൽ പരാതി കിട്ടിയാൽ അതും അതുകൂടി ഉൾപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷിക്കാനാണ് പോലീസിൻ്റെ നീക്കം. എന്തായാലും ഉമാ തോമസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. സന്ദേശങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് എന്ന ഡോക്ടർമാരും സൂചന നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉമാ തോമസിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അതിൻ്റെ അഡ്മിൻ സുഖം പ്രാപിച്ചു വരുന്നതായി, അല്ലെങ്കിൽ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു, വലിയ പ്രതീക്ഷയുണ്ടെന്ന നിലയിലുള്ള സന്ദേശവും പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും പുതുവർഷ ദിനത്തിൽ ഒരു പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പാണ് എല്ലാവർക്കും. എന്തായാലും ഒരു ശുഭവാർത്ത വരുമെന്ന് പ്രതീക്ഷിക്കാം. ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ട്, ചെറിയ തോതിൽ മെച്ചപ്പെടുന്നുണ്ടെന്നുള്ളൊരു സൂചന, അത് ശുഭവാർത്തയാണ്. വെന്റിലേറ്ററിൻ്റെ ആ ഒരു സപ്പോർട്ട് അത് അല്പം കുറച്ചിട്ടുണ്ട്, പൂർണ്ണമായി മാറ്റിയിട്ടില്ല, സപ്പോർട്ട് കുറച്ചിട്ടുണ്ട് എന്നും ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഉമാ തോമസിന്റെ പേജിലൂടെ അവർ തിയോഫിൻ, പരിക്കേറ്റ ഉമാ തോമസ് MLA യുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാണ് തിയോഫിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.